ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിങ് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ പറ്റിയൊരു സ്ഥലമാണ്. ട്രാവൽ എഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലും പോകണം. പതിവ് പോലെ ഇടുക്കി തന്നെ പിടിച്ചു. കോട്ടയത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇടുക്കിയിൽ എങ്ങോട്ടാണെന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഇടുക്കി മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ചൂടാണ്. അപ്പം അവിടെ നമ്മളുടെ ഈ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഉച്ച കഴിഞ്ഞ് ചെല്ലുന്ന രീതിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തപ്പി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പണിക്കൻകുടി അടുത്ത് മുരിക്കാശ്ശേരി അടുത്ത് ഒരു കൈലാസം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് കരുതി. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ, മറ്റേ കരിമീൻകുത്ത് വെള്ളച്ചാട്ടം. ആ കരിമീൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോണ ഒരു വഴിയാണിത് കേട്ടോ. ഇത് ആൻഡോപുരം പാലം എന്നാണ് ഇത് പറയുന്നത്. അടിപൊളി ഒരു പാലമായത് കേട്ടോ. നല്ല വ്യൂ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ നമ്മൾ വന്ന് ചേരുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വ്യൂ പോയിൻ്റ് ഗൂഗിൾ മാപ്പിൽ പെരിയാർ വാലി വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ പനോരമിക് വ്യൂ പോയിൻ്റ് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കയറി വന്നിരിക്കുന്ന ആ ഒരു ആൻഡോപുരം പാലവും ഒപ്പം പെരിയാറിൻ്റെ മൊത്തത്തിലുള്ള ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടും. വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മൊത്തം അവിടെ കരിഞ്ഞൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു വീഡിയോ എടുത്തു വീണ്ടും നമ്മളുടെ ഡെസ്റ്റിനേഷനായ കൈലാസത്തിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അധികം ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഈ മുരിക്കാശ്ശേരി എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ്. ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചെറിയ ഊടുവഴികളിലൂടെ എത്തിച്ച് അവസാനം നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു. ഇതാണ് നമ്മുടെ ആ കൈലാസം വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ആ സ്ഥലം. നമുക്ക് അതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു പുൽമേടാണത് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമായത്. അപ്പം നമ്മൾ വണ്ടി ഈ സൈഡിലേക്ക് അങ്ങ് ഒതുക്കുകയാണ്. ഒതുക്കിയ ശേഷം നമുക്ക് പതുക്കെ ഇറങ്ങി നടക്കാം. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് നടക്കാനൊന്നുമില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്തേക്കാണ് നമ്മൾ ആദ്യമേ ചെല്ലുന്നത്. അപ്പം ആ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്നെ അടിപൊളിയാണെന്നറിയോ. നല്ല ലെങ്തിൽ കുറേ തട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ആദ്യമേ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നതെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഏരിയയിലേക്കാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്നും താഴേക്ക് നോക്കുന്ന വ്യൂ. അവിടെ ഒരു ചെറിയ മരം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഭയങ്കര സൂപ്പറാണ് അത് കേട്ടോ. ദൂരേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും ഈ വെള്ളം ചെന്ന് ചാടുന്നതിൻ്റെ നടുക്കൊരു ചെറിയ കല്ലൊക്കെ ഉണ്ട്. എന്താ പറയുക, സിനിമയിലൊക്കെ കാണുന്ന ഒരു വ്യൂ പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത് ഉണ്ടല്ലോ. ഈ ഓരോ തട്ടുകളുണ്ടല്ലോ താഴേക്ക്, ആ തട്ടുകളുടെ അടുത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും മേളിൽ നിൽക്കുന്നു, നമ്മളിങ്ങനെ അതിൻ്റെ താഴത്തെ തട്ടിലേക്ക് ആദ്യം ചെല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ട ആ കല്ലൊക്കെ ഉണ്ടല്ലോ, ആ കല്ലുള്ള തട്ടയിലേക്കൊക്കെ നമ്മൾ പോകാൻ പോവാം. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ തട്ടിൻ്റെ താഴേക്ക് കണ്ടോ, ഇപ്പോൾ വീഡിയോയിൽ കാണാം നമുക്ക് ആ താഴേലേക്ക് വീണ്ടും ചാടുക. അപ്പം ആ തട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ വഴിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ കാടിൻ്റെ അകത്തു കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റീപ്പാണ് കേട്ടോ. അപ്പോൾ പിടിച്ച് ഇറങ്ങി വേണം പോകാനായിട്ട്. ഏകദേശം ഒരു രൂപമൊക്കെ കണ്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നുണ്ടല്ലോ വളരെ അടിപൊളിയാണ് കേട്ടോ. നമ്മളീ പോണ വഴി എന്ന് പറയുന്നതും നല്ലൊരു വഴിയാണ്. എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ഇതുവഴിയൊക്കെ വന്ന് വെള്ളം കുത്തിയൊലിച്ച് വലിയ കുഴികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വളരെ നോക്കി തന്നെ നമ്മൾ ഇറങ്ങണം. നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തട്ടിൽ ഇറങ്ങാൻ ഈസിയാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ തട്ടാണ്. ഇതിന് താഴെ നമുക്കൊരു തട്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ തട്ടിൽ പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു വഴിയില്ല. അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലം കൊണ്ട് നമ്മളിതിൻ്റെ നിർത്തുവാണ്. അപ്പം ഇതാണ് ആ മൂന്നാമത്തെ തട്ടിലുള്ള കാഴ്ച എന്ന് പറയുന്നത്, ആ വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞില്ല, വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. സോ നമ്മൾ ഈ സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ അടുത്ത തട്ടിലേക്ക്, അതിൻ്റെ താഴത്തെ തട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴത്തെ തട്ടിലേക്ക് പോകുന്നത് ഇത്തിരി ടാസ്ക്കാണ്. ഇങ്ങനെ വള്ളിപ്പടർപ്പിക്കൂടെയൊക്കെ പിടിച്ച് കയറണം. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ തട്ടിലെത്തി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ ഈ GoPro ഒരു സ്റ്റാൻഡിലവിടെ വെച്ചിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തം ഒരു വലിപ്പം കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ പതുക്കെ ഞാൻ അങ്ങോട്ട് കയറുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പം നമുക്കിത് കുറേ അങ്ങ് കയറിപ്പോകാം. പക്ഷേ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ടാസ്ക്കാണ്. അങ്ങോട്ട് പിന്നെ മേളിലേക്ക് അങ്ങ് കയറാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ട ആ ഒരു ഇത് വഴി തന്നെയാണ്. നമ്മൾ ഈ പാറയിൽ കൂടെ തന്നെ അങ്ങ് കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം അതുവഴി ഇതുവഴിയൊക്കെ കറങ്ങി നടന്ന് അവിടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പിന്നെ എനിക്കിഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി സൺസെറ്റൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി അവിടെയുള്ളൊരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കാറ്റാടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്, അങ്ങോട്ട് പോയാൽ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ വണ്ടിയെ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു.
ഈ കാറ്റാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടുന്ന് ഏതാണ്ട് 6 കിലോമീറ്ററോ മറ്റോ ഉള്ളായിരുന്നു ഈ സ്ഥലത്തേക്ക്. സ്ഥലമൊന്നും അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ. പിന്നെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാ വണ്ടികളും കയറിപ്പോരും, പക്ഷേ ഇച്ചിരി ശ്രദ്ധിക്കണം എന്ന് മാത്രം. അങ്ങോട്ടൊരു പോണ വഴിയാണിത്. ഈ വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് മൺവഴി, വളരെ അടിപൊളിയാണ്. 2 സൈഡിലും നല്ല വ്യൂസ് ഉണ്ട്. ഈ പുല്ലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ ഒരു തുറസായ സ്ഥലത്തേക്കാണ്. നമുക്ക് ആ ഒരു പാറയാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്, കാറ്റാടിപ്പാറ എന്ന് പറയുന്ന പോലെ. എനിക്കൊന്ന് കാറ്റാടിപ്പാറ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റും ഉണ്ട് അവിടെ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി മാക്സിമം അങ്ങ് മുന്നിൽ കൊണ്ട് വണ്ടി സ്റ്റാൻഡിൽ വെച്ചു. സ്റ്റാൻഡിൽ വെക്കാനൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടു, എന്നാലും സ്റ്റാൻഡിൽ വെച്ചു. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറേ ദൂരത്തോളം നമുക്കിങ്ങനെ പരന്ന് കിടക്കുന്ന കുറേ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഞാൻ പോയപ്പോൾ നല്ല വെയിലായിരുന്നുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടനൊക്കെ വന്നായിരുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞു, മഞ്ഞൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിങ് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. അതിനുശേഷം തിരിച്ചു പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.